രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ യുവാക്കൾ അല്ലെങ്കിൽ ജെൻസികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. തെരുവിലിറങ്ങി ജെൻസികൾ വിജയം കണ്ടു അല്ലെങ്കിൽ യുവാക്കൾ വിജയം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അവർ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു അല്ലെങ്കിൽ രാജിവെപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ അതിനെ ഏറ്റുപിടിച്ച് പ്രതിപക്ഷം നിൽക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് നഷ്ടപ്പെട്ടു പോയ ഐക്യം തിരികെ കൊണ്ടുവരാൻ കഴിയുന്നു. രാഹുൽ ഗാന്ധി തന്റെ ഗ്രാഫ് ഉയർത്തുന്നു. ഇതൊക്കെ ശരിയാണ്. കോൺഗ്രസിന് രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും പ്രതിപക്ഷത്തിന്റെ പരാജയം കൊണ്ടല്ലേ യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങിയത്? ദീർഘകാലമായിട്ട് തന്നെ ഇന്ത്യയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം, അതായത് 2024 നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ ഇതുപോലെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും ചില കക്ഷികൾ കോടതിയിലേക്ക് സമീപിക്കുകയും കോടതി എന്നാൽ അതിന് തെളിവുകളില്ല എന്നുള്ള കാരണത്താൽ അത് തള്ളിക്കളയുകയുമാണ് ഉണ്ടായത്. പക്ഷെ 2026 മെയ് മാസത്തിൽ എക്സാം നടക്കുമ്പോൾ ആ എക്സാമിന് ശേഷം ഏകദേശം 600 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് ഈ പറയുന്ന പല ടീച്ചിങ് സൈറ്റുകളുടെയും അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റുകളുടെയും ഒക്കെ, അതായത് നമ്മുടെ ഓപ്ഷൻസ് പോലും തെറ്റില്ലാതെ 600 മാർക്കിനോളം ഉള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അതിലൂടെയാണ് ഇതിൻ്റെ സംശയം ഉടലെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ സംശയത്തിൻ്റെ പിൻബലം പിടിച്ചുകൊണ്ട് അന്വേഷണത്തിലാണ് ഇത് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആ ഒരു വിഷയം സ്പെസിഫിക് ആയിട്ടിരിക്കുമ്പോൾ അത് ഇന്ത്യയിലെ ഏകദേശം 20 ലക്ഷം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. 20 ലക്ഷം പേരാണ് നീറ്റിന് അപ്പിയർ ചെയ്യുന്നത്. അതിൽ 5% ആളുകൾ മാത്രമാണ് ഈ MBBS എന്നുള്ള ആ ഒരു കടമ്പ കടന്ന് മുന്നോട്ട് വരാൻ കഴിയുന്നുള്ളൂ. എല്ലാവരും ഈ 20 ലക്ഷം ആളുകളും എഴുതുന്നത് MBBS എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എഴുതുന്നത്. പക്ഷേ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് 5% ആണ്. അത്രമേൽ കോമ്പറ്റീഷനുള്ള ഒരു എക്സാമാണിത്. ആ എക്സാമിൻ്റെ സുതാര്യത ഈ സർക്കാർ കളഞ്ഞു കുളിച്ചു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. ആ വിഷയം ഏറ്റുകൊടുത്തുകൊണ്ട് രാഷ്ട്രീയവാദികളെന്ന് നമ്മളൊക്കെ എപ്പോഴും പറയുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ജെൻസി കുട്ടികൾ അവരുടെ ഭാവിയുടെ കാര്യം വന്നപ്പോൾ അവർ മുന്നിട്ടിറങ്ങി. ആ ഒരു മൂവ്മെൻറ്റ് അതൊരു അംഗീകൃത സംഘടനയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമല്ല, മറിച്ച് അതൊരു സോഷ്യൽ മീഡിയ മൂവ്മെൻ്റാണ്. CJP സോഷ്യൽ മീഡിയ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. ജന്തർ മന്ദിറിൽ ഡൽഹിയിൽ അവർ സമരം ആരംഭിക്കുന്നു. അവരുടെ 3 ആവശ്യങ്ങളൊന്ന് ഈ പറയുന്നത് പോലെ ഏകദേശം 20 കുട്ടികളോളം ഈ നീറ്റ് പരീക്ഷ മാറ്റിവെച്ചതും ക്യാൻസൽ ചെയ്യുമായിട്ട് ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കണക്ക്. ആ കണക്കുകൾ പ്രകാരം ഈ കുട്ടികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം, ഒരു കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, സുതാര്യമായ ഒരു സംവിധാനം ഇതിനുണ്ടാവണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യവുമായി മുന്നോട്ട് വന്ന് ജൂൺ മാസത്തിലാണ് ജന്തർ മന്ദിറിൽ സമരം തുടങ്ങുന്നത്. ജൂൺ മാസത്തിൽ ജന്തർ മന്ദിറിൽ സമരം തുടങ്ങുമ്പോൾ ആ സമരത്തിന് ദേശീയ മാധ്യമങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളോ ഒന്നും അതിനെ സഹായിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ആ ഘട്ടത്തിൽ ആ സമരവുമായിട്ട് സഹകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ സമരത്തിന് ഈ വിജയപ്രാപ്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ള ഒരാളാണ്. കാരണം എന്തെന്നാൽ കോൺഗ്രസ് മുന്നോട്ട് വന്ന് ആ സമരം ഏറ്റെടുത്താൽ സ്വാഭാവികമായിട്ടും ഇത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് എന്നും ഇത് പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇതിൽ നിന്ന് ഊരിപ്പോകുവാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ഒരു അവസരം ലഭിക്കുമായിരുന്നു. മറിച്ച് ഇതൊരു വിദ്യാർത്ഥി മൂവ്മെൻ്റാണ്, ഈ നാട്ടിലെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് എന്ന് തോന്നിപ്പിക്കുന്നതിനും അതിലേക്ക് നടന്നെടുക്കുന്നതിനും ഈ മൂവ്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം, ഈ വിഷയം സജീവമാവുന്നത്, ജൂൺ മാസത്തിൽ തുടങ്ങിയ സമരം സജീവമാവുന്നത് യഥാർത്ഥത്തിൽ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചോട് കൂടിയാണ്. ഈ വിഷയം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും കൂട്ടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ MP-മാരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു സമരം പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിലാണ് ശരിക്കും ഈ വിഷയം ഇത്ര ആളിപ്പടരുന്നത്. അതുവരെ ദേശീയ മാധ്യമങ്ങളടക്കം എല്ലാവരും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സമരം തന്നെയായിരുന്നു ഇത്. കുറച്ച് സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റുകളും സോഷ്യൽ മീഡിയ പേജുകളും ഒഴിച്ചാൽ ഈ സമരത്തെ ഒരു മാധ്യമപ്രവർത്തകരും ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. ആ ഘട്ടത്തിൽ നിന്ന് ആ സമരത്തെ സ്കെയിലപ്പ് ചെയ്യാനും അതിലൊരു വിജയം ഉണ്ടാക്കാനും കഴിഞ്ഞത്
രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും വിജയം തന്നെയാണ്. സോനം വാങ്ചുക് ഈ സമരത്തിലേക്ക് കടന്നു വന്ന് 20 ദിവസത്തോളം അദ്ദേഹം നിരാഹാര സമരം കിടന്ന് അദ്ദേഹം അവശനായി, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അവരുമായി ചർച്ച ചെയ്തപ്പോൾ പോലും ഈ വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളൊരു നിലയിലേക്ക് വന്നില്ല. ഒരു ഘട്ടത്തിൽ സോനം വാങ്ചുക് പോലും ആ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സമീപനം നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ വിഷയം കൃത്യമായി വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും കൃത്യമായ ഇടപെടലാണ്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് പ്രതിപക്ഷം കൃത്യമായി അത് ആവിഷ്കരിച്ചതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നത്. അല്ല, അങ്ങനെ പറയുമ്പോഴും രാഹുൽ ഗാന്ധി പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. വോട്ടുചോരി ആരോപണമൊക്കെ ഇന്ത്യ ഏറ്റെടുത്ത കാര്യങ്ങളാണ്. പക്ഷേ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കാതെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു രീതിയല്ലേ കണ്ടത്? രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന വോട്ട് ചോരി അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലാണ് ആദ്യം ചെല്ലുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ ചെല്ലുമ്പോൾ CCTV ഫുട്ടേജുകൾ തരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്. ആ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നു. പക്ഷെ സുപ്രീം കോടതിയിലും ഇത്ര ദിവസത്തിൽ കൂടുതൽ ഞങ്ങൾ ഈ ഡേറ്റകൾ സ്റ്റോർ ചെയ്യാറില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. വോട്ട് ചോരി വിഷയത്തിൽ അതിനുശേഷം പൊതുജന സമക്ഷം എങ്ങനെയാണ് BJP വിജയിച്ചത് എന്നുള്ളത് പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ആക്ച്വലി ചെയ്തത്. പക്ഷേ ആ ചെയ്തതിൽ നിന്ന് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതിൽ എത്രത്തോളം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വിജയിക്കാൻ കഴിയും എന്നറിയില്ല. പക്ഷേ ആ പോരാട്ടം ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ നാടിനകത്തുള്ള ജുഡീഷ്യറി ആണെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും ഒക്കെ കടന്നു കയറുന്ന വലിയ ഒരു എന്താ പറയുക, ഒരു മോഡിവൽക്കരണം ഈ മേഖലകളിലെല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കോൺഗ്രസിന് അനുകൂലമായ ഒരു വിധി, നിഷ്പക്ഷമായ ഒരു വിധി ഈ നാട്ടിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. ഇതെല്ലാം ആത്യന്തികമായിട്ട് വിജയത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം വിജയിച്ചു എന്നുള്ളത് ജനത്തിൻ്റെ മാൻഡേറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ വിജയിച്ചു, പൂർണ്ണതയിലെത്തി എന്ന് കരുതുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 450 എന്ന് പറഞ്ഞുകൊണ്ടാണ്, 450 സീറ്റിൽ അധികാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് 2024 നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ടീമും പ്രചാരണം നയിച്ചത്. ഇന്ത്യയിലെ മുൻനിര എല്ലാ മാധ്യമങ്ങളും പ്രീപോൾ നടത്തിയിട്ട് 400 സീറ്റിനടുത്ത്, 370 സീറ്റിനടുത്ത് ഇന്ത്യക്കകത്ത് NDA സഖ്യം വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഡി അനുകൂല നെറേറ്റ് ഈ ഇലക്ഷന് മുമ്പ് സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി. ആ ഇലക്ഷന് മുമ്പ് 400 സീറ്റിൽ 450 സീറ്റിൽ മോഡി അധികാരത്തിലേക്ക് കടന്നു വരും എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് ചോരിയോടൊപ്പം തന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തു കൂടിയാണ് ഈ വിജയം ഉണ്ടാക്കിയെടുത്തത്. 240 സീറ്റ് ഇന്ത്യ സഖ്യം വിജയിച്ചു വന്നപ്പോൾ ആ റിസൾട്ട് എണ്ണുന്ന അന്ന് പ്രധാനപ്പെട്ട ഒരു എക്സിറ്റ് പോൾ ഏജൻസിയുടെ ഉടമ ചാനൽ ഇതിൽ മധ്യത്തിൽ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയേറെ മാനിപ്പുലേറ്റ് ചെയ്ത് അതുപോലെ കൃത്യമായി ഇതിനെ ഓരോ വിഷയത്തിലും ഈ പറയുന്ന പോലെ കർണാടകയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലാണെങ്കിലും മധ്യപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങളിലാണെങ്കിലും കൃത്യമായ തെളിവുകൾ നിരത്തി, അതും 6 അടി 7 അടി പൊക്കമുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ആളെ ഇരുത്തി പരിശോധിച്ച് അതിൽ നിന്ന് ഓരോന്നും ഇരട്ടിപ്പും കള്ള വോട്ടുകളും തിരിച്ചെടുത്ത് അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ആ അധ്വാനത്തിന് ശേഷമാണ് ഇത് പൊതുജന സമക്ഷം വയ്ക്കാൻ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കഴിഞ്ഞത്. അല്ല, ഇപ്പൊ പറഞ്ഞു മോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒരു ഓവർ കോൺഫിഡൻസോട് കൂടിയായിരുന്നു. 400-ലധികം സീറ്റോട് കൂടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷെ 400-ലധികം സീറ്റോട് കൂടി വന്നില്ല എങ്കിൽ പോലും അവർ തന്നെ ഭരണത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധി വരുമെന്ന്. അത് ഇപ്പൊ അത്ര എളുപ്പമുള്ള കാര്യമാണോ? രാഹുൽ ഗാന്ധി വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതിൽ പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യ സഖ്യത്തിന് ഇന്നും പറയത്തക്ക ഒരു ഐക്യമൊന്നുമില്ല. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇന്ത്യ സഖ്യം ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ആകാൻ അത്ര എളുപ്പമാണോ? രാഹുൽ ഗാന്ധി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആകാൻ സാധ്യമാണോ എന്ന് ചോദിച്ച ഈ ചോദ്യം, ഈ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് മമതാ ബാനർജിയോ അല്ലെങ്കിൽ DMKയുടെ ഏതെങ്കിലും പ്രതിനിധിയോ പ്രതിപക്ഷ നേതാവാം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള കക്ഷിയുടെ നേതാവാകാം എന്ന് പറഞ്ഞ മാധ്യമങ്ങളും സർവേ ഏജൻസികളും ഒക്കെ ഈ നാട്ടിലുണ്ട്. പക്ഷേ 3 അക്കം തികച്ചുകൊണ്ട് 100-ലധികം സീറ്റുകൾ വിജയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവാണ് ഉണ്ടായത്. അതായത് 54 സീറ്റിൽ നിന്ന് 103 സീറ്റിലേക്ക് വലിയ എമർജ് നടത്താൻ പറ്റി കോൺഗ്രസിന്.
അപ്പോൾ കോൺഗ്രസിന് ചില സ്റ്റേറ്റുകളിൽ വേണ്ടത്ര പെർഫോമൻസ്, മഹാരാഷ്ട്ര പോലെയുള്ള സ്റ്റേറ്റുകൾ, മധ്യപ്രദേശ് പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്ന സമയത്തു കൂടിയാണ് ഈ 103 സീറ്റിലേക്ക് കോൺഗ്രസിന് റൈസപ്പ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അസാധ്യമായ ഒരു കാര്യമൊന്നുമല്ല. കോൺഗ്രസ് ഇത് ദയനീയമായി തകർന്നടിയുകയും അതുപോലെ ഇന്ദിരാഗാന്ധി തന്നെ പരാജയപ്പെടുകയും അതിനുശേഷം കൊടുങ്കാറ്റ് പോലെ ഈ പാർട്ടി തിരിച്ചു വന്നിട്ടുള്ള പാരമ്പര്യമൊക്കെയുള്ള പാർട്ടിയാണ്. കോൺഗ്രസിന്റെ പ്രത്യേകത എന്തെന്നാൽ കോൺഗ്രസിന്റെ ആത്മാവും ഇന്ത്യയുടെ ആത്മാവും ഒരേപോലെയാണ്. കോൺഗ്രസിന് തിരിച്ചു വരാൻ ജനം തീരുമാനിച്ചാൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ ഈ പറയുന്ന സംഘടനാ ശക്തികളിലെയൊക്കെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ ഈസിയായി കഴിയും. കേരളത്തിൽ തന്നെ സംഘടനാ സംവിധാനം കുറവാണ്. LDFന് 60 മുതൽ 68 സീറ്റ് അല്ലെങ്കിൽ 70 സീറ്റ് വരെ ഈസി ആയിട്ട് വിജയിക്കാവുന്ന സീറ്റുകളുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ 26 തെരഞ്ഞെടുപ്പിന് മുന്നേ ഇവിടെയുള്ള മുൻനിര മാധ്യമ പ്രവർത്തകരടക്കം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ജനം തീരുമാനിച്ചാൽ തിരിച്ചു വരിക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം.